ഗോൾസ് കോക്ക് പൈങ്കിളി. ഡയറക്ടർ ശ്രീജിത്ത് ബാബു, റൈറ്റർ ജിത്തു മാധവൻ. രോമാഞ്ചം, ആവേശം. ഫഫയും ജിത്തു മാധവനും കൂടി ചേർന്നിട്ടാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അർജുൻ സേതുവാണ് DOP, കിരൺദാസ് എഡിറ്റർ. രണ്ടുപേരും ഈ പടത്തിൻ്റെ ഒരു മൂഡുണ്ട്, ഒരു നാച്ചുറുണ്ട്, അത് പിടിച്ചിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ ജസ്റ്റിൻ വർഗീസാണ് സോങ്സും ഒറിജിനൽ സ്കോർ ചെയ്തിരിക്കുന്നത്. ജസ്റ്റിൻ വർഗീസ് ശരിക്കും ഒരു അത്ഭുതം. ഇത്രയും പടങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പുള്ളി ചെയ്യുന്നുണ്ട്. അടുത്തിറങ്ങി ഒരുവിധം പടങ്ങളൊക്കെ ജസ്റ്റിൻ വർഗീസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ക്വാളിറ്റി വർക്ക്സ് അഗൈൻ വൺ ആഫ്റ്റർ അനദർ ക്വാളിറ്റി വർക്ക്സ് തന്നെ തന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പടത്തിലും കിടിലൻ സ്കോറുണ്ട്. പാട്ടുകളും ആ ഒരു പടത്തിൻ്റെ നാച്ചുറൽ മൂഡ് പിടിച്ചിട്ടുള്ള പാട്ടുകളാണ്. ലിറിക്സ് വിനായക് ശശികുമാർ. അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് സ്റ്റൈൽ അറിയാലോ. ഇതിലിങ്ങനെ കുറേ പാട്ടുകളുണ്ട്. ത്രികോണമധ്യേ ചതുർഭുജം എന്ന് പറഞ്ഞിട്ട് വട്ടത്തിലും നീളത്തിലും എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുപോലെ ഉത്തമ സാധാരണ ഗുണിതം എന്ന് പറഞ്ഞിട്ട് അത് കേട്ട് കഴിഞ്ഞാൽ തന്നെ പടത്തിൻ്റെ ഒരു പരിപാടി മനസ്സിലാവും. ഓഡിയോഗ്രാഫി വിഷ്ണു ഗോവിന്ദ്. സൗണ്ടിൻ്റെ കാര്യം സെറ്റാണ്, അവർ ചെയ്താലും അറിയാലോ ലെവൽ. പിന്നെ കൃപേഷ് അയ്യപ്പൻകുട്ടി ഇതിൻ്റെ ആർട്ട് ചെയ്തിരിക്കുന്നത്. പുള്ളി എടുത്തു പറയാൻ കാരണം ഇതിൽ ആർട്ട് ചെയ്ത് മനസ്സിലാവില്ല. അതായത് ഇദ്ദേഹത്തിൻ്റെ നമ്മുടെ അമ്പാൻ്റെ വീടിരിക്കുന്ന സ്ഥലം, അതുപോലെ തന്നെ സജിൻ ഗോപു കേട്ടോ, തങ്കു പുള്ളിയുടെ വീട്, അതുപോലെ ഇവർ പോകുന്ന സ്ഥലങ്ങളിലെ ലോഡ്ജ്, അതുപോലെ ചന്തു സലീംകുമാർ കിടന്നുറങ്ങുന്ന വീട്, ഇവിടെയൊക്കെ ചെറിയ ചെറിയ സാധനങ്ങൾ വളരെ നാച്ചുറലായിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ആർട്ട് വാസ് ഗുഡ്. എങ്കിൽ ഈ സിനിമയുടെ ഒരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഒരു കൺവെൻഷണൽ ആയിട്ടുള്ള ഫിലിം മേക്കിങ്ങോ റൈറ്റിങ്ങോ ഒന്നുമല്ല. അതായത് തീരെ റേഷണൽ അല്ലാത്ത അൺകൺവെൻഷണൽ ആയിട്ടുള്ള ഒരു റൈറ്ററുടെ ഒരു ഡയറക്ടറുടെ കംപ്ലീറ്റ് ഫ്രീഡം യൂസ് ചെയ്ത് കൊണ്ടെടുത്തുള്ളൊരു പടമാണ്. അതുകൊണ്ട് തന്നെ ഇത് മൊത്തത്തിൽ ഒരു കിളിപോയ പടമായിട്ട് ഫീൽ ചെയ്യും. പക്ഷേ ആ രീതിക്ക് ആണ് ഞാൻ പടം കണ്ടു തുടങ്ങിയപ്പോൾ തന്നെ പരിപാടി എനിക്ക് മനസ്സിലായി ഇങ്ങനെയൊക്കെയാണ് സിനിമയുടെ പോക്കെന്ന്. അത് കണക്റ്റായി കഴിഞ്ഞാൽ നല്ല രസത്തിലാണ് തുടക്കം മുതൽ കണ്ടിരുന്നിട്ടുള്ളത്. പക്ഷേ അവസാനമായപ്പോഴേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ ക്യാരക്ടേഴ്സിനെ പോലെ തന്നെ മൊത്തം കിളിപോയി, പടത്തിനെ കിളിപോയ അവസ്ഥയും. അതായത് ഓവറായിട്ട് പിന്നെ ഒരു ചളമായി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പോയി അവസാനം. സിനിമയിലെ കഥാപാത്രങ്ങളെല്ലാം തന്നെ കാരിക്കേച്ചർ സ്വഭാവമുള്ളതാണ്. അതായത് ഓവർ ദ ടോപ്പാണ്. നാച്ചുറലായിട്ട് ബിഹേവ് ചെയ്യുന്ന കഥാപാത്രങ്ങളെ അല്ല. അവർ തന്നെ ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽ പെരുമാറുകയും അങ്ങനെ മൊത്തത്തിൽ ഞാൻ പറയും ഒരു കിളിപോയ അവസ്ഥയാണ്. അതിൽ ഇദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഭീകരമാണ്, ഗംഭീര പെർഫോമൻസാണ്. അതിൽ നമ്മുടെ സജിൻ ഗോപുവിൻ്റെ അദ്ദേഹം ആദ്യം മുതൽ അവസാനം വരെ അദ്ദേഹം ഒറ്റയ്ക്കാണ് ഈ പടത്തിനെ ഷോൾഡർ ചെയ്യുന്നത്. പക്ഷെ ആ കഥാപാത്രം പോലും ഞാൻ പറഞ്ഞില്ലേ അവസാനമായപ്പോഴേക്ക് കയ്യിൽ നിന്ന് പോയിട്ട് പിന്നെ അയ്യോ എന്നുള്ളൊരവസ്ഥയിലേക്ക്, അങ്ങനെ തോന്നിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് പടം മൊത്തത്തിൽ പോയി എന്നുള്ളതാണ്. ടൈറ്റിൽ സോങ് ഉണ്ട്, നോ ലവ് എന്നാണ്. പക്ഷെ കേൾക്കുമ്പോഴേ ലോള ഷൈനികം പറഞ്ഞില്ല വള്ള അങ്ങനെ ടൈറ്റിൽ സോങ് കഴിഞ്ഞ് പിന്നെ പെട്ടെന്ന് തന്നെ പരിപാടി മനസ്സിലാവും. കാരണം ഇതിൽ കഥാപാത്രങ്ങളൊക്കെ ഒരു തൊട്ടടുത്തുള്ള ആളുകളാണ്. അതിൽ സുഖു ആണ് നമ്മുടെ സജിൻ ഗോപു ചെയ്ത കഥാപാത്രം. പിന്നെ ചന്തു സലീംകുമാറിൻ്റെ കഥാപാത്രം ഒരുമാതിരി വൃത്തികെട്ട കഥാപാത്രം. അതായത് അങ്ങനെ ചില ആളുകളുണ്ടാവും, നമ്മളെ കൂടെ നിൽക്കുക, സെൽഫിഷ് ആയിട്ടുള്ള, എന്നിട്ട് പിന്നെ അവരെ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കാണിച്ചു കൂട്ടുക, വീണ്ടും നമ്മുടെ അടുത്ത് വരിക, എൻ്റെ ആൾക്കാരുടെ മുമ്പിൽ നമ്മളെ നാണം കെടുത്തുക. അത് വൃത്തികെട്ട കഥാപാത്രം. ആ നല്ല വൃത്തികെട്ട കഥാപാത്രമായിട്ട് തന്നെ സലീംകുമാറിൻ്റെ മോൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് റോഷൻ ഷാനവാസ്. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. നമ്മുടെ വയസ്സത്തിലെ ശാന്തൻ, പുള്ളി ഒരു ബേസൽ കൈൻഡ് ഓഫ് സ്കൂൾ അങ്ങനത്തെ ഒരു ആക്ടിങ് സ്റ്റൈലാണല്ലോ. വളരെ നാച്ചുറലായിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരു നടനാണ്. നന്നായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പിന്നെ ജിസ്മ വിമൽ, സുമ എന്ന് പറഞ്ഞ കഥാപാത്രം, അവരിതുപോലെ തന്നെ വളരെ നാച്ചുറലായിട്ട് ആക്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, ഇതിലെ ആക്ടേഴ്സൊക്കെ നല്ല പെർഫോമൻസാണ്. ഈ പടം മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയി കിളിപോയി എന്നുള്ളതാണ്. അബൂ സലീമും ഇതിൽ ഒരു കോമിക്കൽ ആയിട്ടുള്ള കഥാപാത്രം. അദ്ദേഹം തുടക്കത്തിലൊക്കെ നല്ല രസമായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ടുവേർഡ്സ് ക്ലൈമാക്സ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പോയി. അങ്ങനെയാണ്. പിന്നെ അമ്പാൻ്റെ വെള്ളമടി, എനിക്ക് പേഴ്സണലി ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് സിനിമയിൽ ഏറ്റവും കാണാൻ ഇഷ്ടമുള്ള സീൻ എന്ന് പറയുന്നത് വെള്ളമടി സീനാണ്. ഇതിൽ അമ്പാൻ്റെ വെള്ളമടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പാൻ ഒരു തനി നാടനാണല്ലോ. അമ്പാൻ ഷർട്ട് അടിച്ചിട്ട് വെള്ളടിക്കാം, അച്ചാറൊക്കെ വെച്ചിട്ട് കുറേ വെള്ളടി സീൻ ഫസ്റ്റ് ഹാഫിലുണ്ട്. അതൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഇവർ കോയമ്പത്തൂർ പോണ ഒരു സീനുണ്ട്, അതും നൈസായിരുന്നു. ജസ്റ്റിൻ വർഗീസ് സ്കോറിങ് ഒരേ സമയം കണ്ടംപററി സ്റ്റൈലും പിന്നെ പഴയ വിൻറ്റേജും പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പഴയ നമ്മുടെ സിദ്ദിഖ് ലാലിൻ്റെ ഗോഡ് ഫാദറിലെ BGM ഒക്കെ ഇല്ലേ, അതുപോലത്തെ സാധനമൊക്കെ ഇട്ടിട്ട് കുറേ പരിപാടികൾ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ റിയാസ് ഖാൻ ഒരു റോൾ ചെയ്തിട്ടുണ്ട്, പീറ്റർ ഏട്ടൻ്റെ ഗുണ്ടയായിട്ട്. അദ്ദേഹം നൈസായിരുന്നു, ആ ക്യാരക്ടറും നൈസായിരുന്നു. ഇതിലെനിക്ക് തീരെ പിടിക്കാത്ത ക്യാരക്ടർ പറയുന്നത് LJPയുടെ ക്യാരക്ടറാണ്. LJP ചെയ്തിട്ട് കൊളാക്കി വെച്ചിട്ടുണ്ട്. അവിടെയൊക്കെ മുതലാണ് പടം ഡൗണായി തുടങ്ങിയത്. പിന്നെ കുറച്ച് വട്ടന്മാരൊക്കെ ഉണ്ട്, ആ സീനൊക്കെ നൈസായിരുന്നു. ഇങ്ങനെ പോവുക പടം. ഇൻ്റർവെൽ വരെ വളരെ ആസ്വദിച്ചിട്ടാണ് കണ്ടത്. പക്ഷേ പിന്നീട് അങ്ങോട്ട് ഈ പറഞ്ഞ പടത്തിൻ്റെ ഗ്രാഫ് കയറി വരുന്തോറും പടത്തിൻ്റെ ഒരു ഗ്രിപ്പ് പോയി തുടങ്ങി. തമിഴ് ഗാനങ്ങൾ ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ആസ എന്ന തൂറല എന്നൊക്കെ പറഞ്ഞിട്ടുള്ളുണ്ട്. പിന്നെ മൂഞ്ചിയിൽ അതായത് അന്നേരം മൂഞ്ചിപ്പോയ അവസ്ഥയൊക്കെ കാണിക്കുന്നത്. അനശ്വരരാജൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കിളിപോയ കഥാപാത്രമാണ്, വട്ടാണ്.
അവർ ഇദ്ദേഹത്തിൻ്റെ കൂടെ സച്ചിൻ ഗോപിൻ്റെ കൂടെ കട്ടയ്ക്ക് തന്നെ പിടിച്ചു നിന്നിട്ടുണ്ട്. റീൽസൊക്കെ ചെയ്യുന്ന പൈനാപ്പിൾ എക്സ്പ്രസ്സിലെ 2 പിള്ളേരുണ്ട്. അവർ റിയാസ് ഖാൻ്റെ കൂടെ കുറച്ച് സീൻസിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലെനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോണോ ആക്ടിനെ റോസ്റ്റ് ചെയ്ത സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ ഇത് സ്റ്റേജിൽ കാണുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് ഇത് എന്ത് തേങ്ങയെ കാണിക്കുന്നത്. ഒരാൾ എന്നെ എന്തൊക്കെയോ, അതായത് ഓവർ ആക്ടിങ്ങിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണെങ്കിൽ മോണോ ആക്ട് കണ്ടാൽ മതി. അമ്മൂമ്മയായിട്ടും കൊച്ചായിട്ടും പിന്നെ സ്ത്രീയായിട്ടും പുരുഷനായിട്ടൊക്കെ ഒരാൾ വന്നിട്ടിങ്ങനെ മോണോ ആക്ട് അതിനെ റോസ്റ്റ് ചെയ്തും കൂട്ടിട്ടുണ്ട്. അതെനിക്ക് പേഴ്സണലി ഐ ലൈക്ക് ദാറ്റ് മച്ച്. സോ ആസ് എ ഹോൾ ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു അറ്റംപ്റ്റാണ്, ഒരു റേഷണൽ അറ്റംപ്റ്റാണ്. അതിനകത്ത് നല്ല രീതിക്ക് പോയിക്കൊണ്ടിരിക്കുകയും ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പടത്തിന് തന്നെ കിളി പോവുകയും അവസാനം കണ്ടു കഴിഞ്ഞ ശേഷം ഒരു സാറ്റിസ്ഫാക്ഷൻ തരാത്ത കൊഞ്ചം ഓവറ തെരിയില്ല എന്ന് തോന്നിപ്പിച്ച ഒരു സിനിമ. അതാണ് എനിക്ക് പിന്നെ അമ്മ പെങ്ങന്മാരെ സ്ഥിരമായിട്ട് പറയാൻ വിട്ടുപോകാറുണ്ട്, അതുകൊണ്ട് എടുത്തു പറയുകയാണ്. സച്ചിൻ ഗോപുവിൻ്റെ അമ്മ, പെങ്ങളുടെ കൊച്ച് എല്ലാവരും നന്നായിട്ടുണ്ട്, അളിയനും. ഈ സിനിമ കൊണ്ട് ഉദ്ദേശിച്ചത് ഇതാണ്: ബി മെൻ്റൽ, നെവർ ബി ജഡ്ജ്മെൻ്റൽ.